രാജ്യത്ത് പ്രക്ഷോഭത്തെ ആളിക്കത്തുകയാണ് സർ. ആ നീറ്റിന്റെ വിഷയമാണ് ഇപ്പോ. പക്ഷേ ഇതിനു മുമ്പ് മോദിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം വന്നിട്ടുണ്ട്. അയോധ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊള്ള. ഈ രണ്ട് വിഷയങ്ങളും എന്ന് പറയുന്നത് മോദിക്ക് നേരെയുള്ള വലിയ ചോദ്യചിഹ്നങ്ങളാണ്. ഈ ചോദ്യചിഹ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ രണ്ട് വിഷയങ്ങളും മോദിയുടെ ഭരണത്തിന് അല്ലെങ്കിൽ BJPയുടെ അടിത്തറ ഇളക്കാൻ പോകുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും മോദിയുടെ ഭരണത്തിന് അടിത്തറ ഇളക്കാൻ പോകുന്നതാണ്. നമ്മൾ നേരത്തെ ഒന്നുകൂടി സൂക്ഷ്മമായി നോക്കിയാൽ മണിപ്പൂരിലെ വിഷയമുണ്ടായിരുന്നു. ഈ മണിപ്പൂരിലെ വിഷയമുണ്ടായപ്പോഴും ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 1.5 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴേക്കും അദ്ദേഹം വെറും 40 സെക്കൻഡാണ് മണിപ്പൂരിനെ കുറിച്ച് സംസാരിച്ചത്. ഇപ്പോഴും മണിപ്പൂരിൽ സ്ഥിതികൾ അത്ര മാത്രം ശാന്തമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മണിപ്പൂർ സ്റ്റേറ്റും ഭരിച്ചുകൊണ്ടിരുന്നത് BJPയുടെ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനുശേഷം മോദിയുടെ ഇമേജ് എന്ന് പറയുന്നത് വലിയ തോതിൽ ഇടിഞ്ഞിരുന്നു. അത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. മോദി ബ്രാൻഡിന് വലിയ ഇടിവുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ 303-ൽ നിന്ന് 240 സീറ്റുകളിലേക്ക് എത്തി. പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് വരെ മോദിക്ക് ഉണ്ടായിരുന്ന ഒരു ഇമേജ് അഴിമതി വിരുദ്ധനാണ് എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അഴിമതി ഇല്ല, വ്യക്തിപരമായ അദ്ദേഹത്തിന് അഴിമതി ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ആ പ്രതിച്ഛായക്ക് വലിയ കളങ്കം പറ്റിയിരുന്നു. കാരണം ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ, കാരണം കൊള്ളകളുടെ കൊള്ളയാണ് ഇലക്ട്രൽ ബോണ്ടെന്നും അതുവഴി പലപ്പോഴും ED മുതലായ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗുണ്ടാപിരിവ് നടത്തുകയാണ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് ജനങ്ങൾക്കൊക്കെ ഏതാണ്ട് മനസ്സിലായി. പക്ഷെ അപ്പോഴും മോദി രക്ഷപ്പെട്ടതിന്റെ കാരണം ഇത് എല്ലാ പാർട്ടികളും മേടിച്ചിട്ടുള്ളതുകൊണ്ട്, CPM ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളും മേടിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു ബാക്കി ആരും തന്നെ ഇത് പ്രചരണം കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ആ സമയം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ പോലും മോദിയുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റായ കാര്യങ്ങൾ ചെയ്യുന്ന, അതായത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എഫിഷ്യൻ്റ്ലി നടപ്പാക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ളതാണ്. ആ ഒരു ധാരണ കൂടിയാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ ഈ നീറ്റിൻ്റെ പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ അടി കിട്ടിയേക്കണം. എന്ന് പറഞ്ഞാൽ നേരത്തെ അദ്ദേഹം ഒരു വലിയ കഠിനാധ്വാനം ചെയ്യുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള കഴിവുറ്റ ഭരണാധികാരിയാണ് എന്ന് പറയുന്ന ഒരു അടിക്കു കൂടി വലിയ കുഴപ്പമുണ്ടാക്കിയിരിക്കുന്നു. നേരത്തെ തന്നെ മറ്റു പല കാര്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദു ഹൃദയ സാമ്രാട്ട്, അതുപോലെ തന്നെ മറ്റേ നമ്മൾ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റാത്തത്, 56 ഇഞ്ച് നെഞ്ചളവ്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ തോതിൽ പോർലേറ്റിരുന്നു. ഇപ്പം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി അത് ഇല്ല എന്നുള്ളത് ജനത്തിന് മനസ്സിലാക്കുന്നു. കാരണം പരീക്ഷ പോലും കൃത്യമായിട്ട് നടത്താൻ പറ്റിയതില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? പരീക്ഷ നടത്താത്തതുകൊണ്ട് ഗവൺമെന്റിന്റെ ഓൺ ദ റെക്കോർഡ് പ്രകാരം 14 കുട്ടികളും ഓഫ് ദ റെക്കോർഡായി 22ഓളം കുട്ടികളും ഈ രാജ്യത്ത് ആത്മഹത്യ ചെയ്തു. അവർ രാഷ്ട്രീയമായി ഏതെങ്കിലും കലാപത്തിന് പോയവരല്ല. അവർ ഈ രാജ്യത്ത് നിങ്ങൾ നടത്തുന്ന പരീക്ഷ, ആ പരീക്ഷയിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായി 3, 4, 5 കൊല്ലം പഠിച്ചവരാണ്. നിങ്ങൾക്ക് ഇതിന്റെ ഗ്രാവിറ്റി ഇപ്പോഴും മനസ്സിലാവില്ല. ഞാൻ ചില കണക്കുകൾ പ്രജിതനോട് പറഞ്ഞുതരാം. പ്രജിത, ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻട്രൻസ് കോച്ചിങ് സെന്റർ എവിടെയാണെന്നറിയോ? ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് അത് രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലമാണ്. കോടിക്കണക്കിന് രൂപയുടെ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നടക്കം ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നടക്കം ആളുകൾ അവിടെ കൊണ്ടുപോയി കുട്ടികളെ ജോയിൻ ചെയ്യുകയാണ്. 3, 4, 5 ലക്ഷം രൂപ കൊടുത്ത്. അവിടെ 2023-24 അവിടെ മാത്രം ആത്മഹത്യ ചെയ്തിട്ടുള്ളത് 26 കുട്ടികളാണ്. ഏത്? പ്രഷർ താങ്ങാൻ വയ്യാതെ, ഏതിൻ്റെ? ഈ കോച്ചിങ്ങിന്റെ. ഓക്കെ, 2024 17 കുട്ടികളാണ്. നാരായണ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം, IITJയുടെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ്, അവരെ മാത്രം ഒരു തവണ കുട്ടികൾ കൊല്ലപ്പെട്ടത് 24 പേരാണ് ആത്മഹത്യ ചെയ്തത്. അപ്പൊ ഇങ്ങനെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുന്ന വളരെ 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 ഈ പറയുന്ന പോലെ ഒരു സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കോച്ചിങ് എടുക്കുന്ന കുട്ടികളാണ് ഈ പറയുന്ന കുട്ടികളെല്ലാവരും. അവരെങ്ങനെയുള്ള കുട്ടികളാണെന്ന് കൂടി അറിയോ? അവർ ഈ ഇന്ത്യയിലെ അതിഗംഭീരമായി പഠിച്ച് വളരെ വാശിയോടുകൂടി പഠിച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് +1 +2 മേടിച്ച 10th മേടിച്ചിട്ടുള്ള കുട്ടികളാണ്. അത്തരത്തിലുള്ള കുട്ടികൾ മരണത്തിനും ഈ ജീവിതത്തിനും ഇടയിലുള്ള സമ്മർദ്ദവുമായി നിൽക്കുമ്പോഴാണ് ഒരു പരീക്ഷ അവർ ഇത്രയും, അതായത് 4-5 കൊല്ലത്തെ കഷ്ടപ്പാടിന് ശേഷം, 8ാം ക്ലാസ് മുതൽ കോച്ചിങ്ങിന് പോണവരാണ്, പോയി എഴുതിയതിന് ശേഷം നേരെ വന്നിട്ട് പരീക്ഷ എഴുതുമ്പോൾ പറയണേ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ലീക്കായിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറയുമ്പോൾ പിന്നെ അടുത്തത് ക്വസ്റ്റ്യൻ പേപ്പറിലാകെ 120 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ മറ്റേ മാച്ച് ചെയ്തത് 100 ക്വസ്റ്റ്യനുകളിൽ കുഴപ്പമില്ല, ബാക്കി 20 ക്വസ്റ്റ്യൻ മാച്ച് ആയിട്ടില്ല, അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊരു അസംബന്ധമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇനി അത് പോട്ടെ, എന്നിട്ട് ആകെ ഇവിടെ വരുന്ന ആവശ്യം എന്താ? ആവശ്യം അതിന്റെ ഉത്തരവാദിത്തമുള്ള മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. നമ്മൾ നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ആരും പറഞ്ഞില്ല.
ആകെ പറഞ്ഞെന്താ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ടത് പലപ്പോഴും റെയിൽവേ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ റെയിൽവേ മന്ത്രിമാർ രാജിവെച്ചിട്ടില്ലേ? അത് റെയിൽവേ ട്രെയിൻ കൊണ്ടുപോയി മറിച്ചിട്ടത് മന്ത്രി ആയതുകൊണ്ടാണോ? അല്ല, ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ആ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റാൻ പോലും പുള്ളി തയ്യാറാകുന്നില്ല. അതിന്റെ ആ കാരണം ഒന്നാണ് നിന്റെ അടുത്ത് അറിയോ ധർമ്മേന്ദ്ര പ്രധാൻ ആരാണെന്ന്? ആ, ധർമ്മേന്ദ്ര പ്രധാൻ വെറുമൊരു ചീള് കേസല്ല, മനസ്സിലായി. ഇപ്പൊ സുരേഷ് ഗോപിക്കൊക്കെ വെറുതെ ഒരു കാറും കൊടുത്ത് അങ്ങ് വിട്ടേക്കണേ എന്നുള്ളത്. ആളെ ആരെങ്കിലും സുരേഷ് ഗോപിനെ മാറ്റാൻ പറഞ്ഞാൽ മറ്റേ നമ്മളിപ്പോ ചെസ് കളിയിലെ ഫോണെടുത്ത് മാറ്റുന്ന പോലെ കാലാൾ വേണമെങ്കിൽ എടുത്ത് വെട്ടി അപ്പുറത്തേക്ക് മാറ്റാം. ഒരു ഫോണില്ല പോയിക്കോട്ടെ എന്ന് വിചാരിക്കും. വെട്ടിക്കോന്ന് എന്ത് ചെയ്യും? മനസ്സിലായി. തർക്കം വന്നാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? സമ്മതിക്കും. ഇതല്ല. അതല്ല. ഇതെന്ന് പറയുന്നത് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിനാണ് ചാർജ് ഉണ്ടായിരുന്നത്. അതായത് എങ്ങനെ മറ്റേ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ ഏത് സ്ട്രാറ്റജി ഉപയോഗിക്കണം, അവിടെ വോട്ട് ഭിന്നിപ്പിക്കാൻ എന്ത് ചെയ്യണം, അതിന് ഏത് സമുദായക്കാരനെ കൊണ്ട് നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, അവന് കുറച്ച് ചില്ലറ കൊടുക്കണം, അങ്ങനെ പല പല പരിപാടികളെല്ലാം നടത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ 2024 ഇടിഞ്ഞുപോയ ഇമേജ് മോദി കുറെയെങ്കിലും തിരികെ പിടിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പുള്ളിയാണ്. ഒഡീഷയില്, വെസ്റ്റ് ബംഗാളില്, അതുപോലെ തന്നെ ഹരിയാനയില്, മഹാരാഷ്ട്രയിൽ ഇത്തരം നിരവധി സ്ഥലങ്ങളിൽ പുള്ളി ഈ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. കൂടാതെ കാരവൻ മാഗസിൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പുള്ളി BJPയുടെ ഏറ്റവും വലിയ ഫണ്ട് റൈസറാണ് ധർമ്മേന്ദ്ര പ്രധാൻ. കാശാണല്ലോ മുഖ്യം, മനസ്സിലായി. അപ്പൊ ഇതൊക്കെ കൊണ്ടിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഇനിയിപ്പോ 10-50 പരീക്ഷ പോലും തെറ്റിച്ച് നടത്തിയാൽ പോലും ഇത് BJP ഹാൻഡിലുകളിൽ നിന്ന് കേട്ട ഒരു വാർത്ത എന്ന് പറയുന്നത്, ഒരു കാര്യം, ഒരു സൂചന എന്ന് പറയുന്നത്, റീഷഫ്ലിംഗ് നടത്താൻ ഇരിക്കുകയാണ്. റീഷഫ്ലിംഗ് വരുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റും എന്നുള്ളതാണ് കേൾവി. അതിനു മുൻപ് തന്നെ ഇത് അറിഞ്ഞു വെച്ചിട്ടും ഈ പറയുന്ന പ്രതിഷേധം നടത്തുകയും ഇത്രയും വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ആരോപണം BJP ഹാൻഡിലുകളിൽ നിന്നും വരുന്നുണ്ട്. ഈ റീഷഫ്ലിംഗ് വരുമ്പോൾ മാത്രം മാറ്റേണ്ടതാണോ ഇത്തരത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു ഉന്നത സ്ഥാനത്ത് ഇരിക്കുന്ന ആളെ? ഇനി നേരെ തിരിച്ച് ഇപ്പൊ കേട്ടല്ലോ, താങ്കൾ പറഞ്ഞത് വേറെ മറ്റേ BJP ഹാൻഡിലുകളിൽ നിന്ന് കേട്ടൊരു വചനമാണ്. നേരെ തിരിച്ച് എനിക്കൊരു ചോദ്യമുണ്ട്. എന്നാ എന്തായാലും റീഷഫിൾ ചെയ്യാൻ നിൽക്കുകയാണല്ലോ, ഈ പുള്ളിയിൽ അങ്ങോട്ട് ഇപ്പോഴേ മാറ്റിയേക്കാന്ന് വിചാരിച്ചാൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? സത്യത്തിൽ ഈ പുള്ളി അവിടെ മന്ത്രാലയത്തിൽ ഒരു കാര്യവും നോക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് വേറെ 150 തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് 150 ചുമതലകൾ BJP നൽകിയിട്ടുണ്ട്. അമിത്ഷായുടെയും അതുപോലെ തന്നെ നമ്മുടെ ഇയാളുടെയും വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം ആരായിരുന്നു എന്നുകൂടി ഒരു കാര്യം കൂടി പറഞ്ഞാലേ ആവശ്യമുള്ളൂ. ഇദ്ദേഹം ബജറംഗ് ദളിന്റെ ഒക്കെ നേതാവായിരുന്നു, മനസ്സിലായി, അഖിലേന്ത്യാ നേതാവായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ ഇവർ എടുത്തു വെക്കുകയും ഇവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ അങ്ങനെ റീഷഫിൾ ചെയ്യാനെങ്കിൽ ഇയാൾ അങ്ങ് നേരത്തെ മാറ്റിയാൽ പോരെ? ഒന്ന്. ഇനി രണ്ടാമത്തത്, അങ്ങനെ റീഷഫിളിന്റെ ഭാഗമായി മാറ്റപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നടപടിയോ ഞങ്ങളൊരു കറക്റ്റീവ് ഫോഴ്സോ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം എല്ലാവരെയും മാറ്റി അന്നേരം കൂട്ടത്തിൽ ഇയാളെ മാറ്റി എന്നുള്ളതല്ലേ. അതല്ല, ഇയാളെ മാറ്റാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് എടുക്കേണ്ടതില്ലേ എന്നുള്ളതാണ് ചോദ്യം. ആ നിലപാടിലേക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് കടക്കേണ്ടത്. അത് കടന്നില്ലെങ്കിൽ സമരമല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. ബ്രിജ്ഭൂഷൺ സിംഗിന്റെ വിഷയം വന്ന സമയത്ത് അന്നേരവും മാറ്റാനായിട്ട് ഒട്ടും തുനിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാർ. അതുപോലെ തന്നെയല്ലേ ഇതും? ഇതൊക്കെ എന്ന് പറഞ്ഞാലേ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയും. പണ്ട് ഇന്ദിരാഗാന്ധിക്കൊക്കെ തോന്നിയ ഒരു ബുദ്ധിയാണ് അടിയന്തരാവസ്ഥ. ഏത്? ഇന്ദിരാഗാന്ധിയുടെ അലഹബാദ് ഹൈക്കോടതിയിൽ വിധി ഉണ്ടാവുകയും ആ വിധി സുപ്രീം കോടതി ശരിവെക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് രക്ഷപ്പെടാന്നുള്ളത് ആരോ കൊടുത്ത മണ്ടൻ ഉപദേശമാണ്. ഏത്? നീ വിട്ടുകൊടുക്കണ്ട മസിൽ വരിപ്പിച്ച് നിന്നോന്ന് പറഞ്ഞു, മനസ്സിലായ? ആ മസിൽ വരിപ്പിച്ച് നിന്നു. യഥാർത്ഥത്തില് ഒരു കുഴപ്പമില്ലായിരുന്നു. അന്നങ്ങോട്ട് രാജിവെക്കുകയും അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തെങ്കിൽ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലേക്ക് വന്നേനെ. അപ്പൊ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല. പക്ഷെ പകരം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഈ മറ്റേ ഇത്തരം മണ്ടൻ തീരുമാനങ്ങളിലേക്ക് വാശികളിലേക്കും ഒക്കെ പോയതിന്റെ പ്രശ്നമാണിത്. ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ലോകത്ത് തന്നെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇതിന്റെ നിരവധി, ഇപ്പൊ ഇന്ത്യയിൽ ഏറ്റവും വലിയൊരു പ്രക്ഷോഭം ഉണ്ടാകുന്നത് മണ്ഡൽ പ്രക്ഷോഭമാണ്. അതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട്, മനസ്സിലായി? പെട്രോൾ ഒഴിച്ച് തീ കൊടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആളുകൾ. അതുപോലെ മറ്റ് നിരവധി പ്രക്ഷോഭങ്ങൾ, ഞാനിപ്പോൾ അത് പറയുന്നില്ല. അപ്പൊ ലോകത്ത് തന്നെ മറ്റൊരു പ്രക്ഷോഭം ഉണ്ടായി. ഇറാനിൽ ഇപ്പൊ ഹിജാബ് പ്രക്ഷോഭം ഉണ്ടായി. ആദ്യം എന്താണ് ഉണ്ടായത്?
ആദ്യം ഉണ്ടായത് ഈ പറയുന്ന മറ്റേ മഹ്സാമിനി എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഘാതകർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ളത് മാത്രമായിരുന്നു. മനസ്സിലായ? പിന്നെ ഏറ്റവും ഒടുവിൽ എന്തായി? ഡിക്റ്റേറ്റർഷിപ്പ് തുലയട്ടെ എന്നായി. അതെ മനസ്സിലായ? ആര് മറ്റേ അവിടെയുള്ള ആയത്തുള്ള അലി ഖൊമേനി മരിക്കണം എന്ന് പറയുന്ന നിലപാടിലേക്ക് എത്തി. ഒന്ന് ആലോചിച്ച് നോക്കി എവിടെ വരെ പോകുമെന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ പലപ്പോഴും നമ്മളൊരു പ്രക്ഷോഭത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വലിയ തലവേദന ഉണ്ടാവും. ഇപ്പൊ തന്നെ എന്താ ആഭ്യന്തരമന്ത്രി വകുപ്പ് രാജിവെക്കണമെന്ന ഇന്ത്യയിൽ, അതുപോലെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്നുള്ള ലെവലിലേക്ക് എത്തി. കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇത് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് കെട്ടടങ്ങി പോയിക്കോളും, കുഴപ്പമില്ല എന്ന് BJP വിചാരിച്ചു പോയെങ്കിൽ BJPയുടെ ബൗഢ്യമാണ്. BJP മനസ്സിലാക്കേണ്ടത് ഇത് അങ്ങനെ കെട്ടടങ്ങുന്ന ഒരു പ്രക്ഷോഭമല്ല ഇത്. ഒന്നാമത്തത് രണ്ട് കാര്യങ്ങൾ BJPക്ക് പടിപറ്റിയിട്ടുണ്ട്. ഒന്ന് ഇത്, രണ്ടാമത്തേതെന്ന് ആലോചിച്ചേക്കുക, അവരുടെ ഏറ്റവും വലിയ ആശയ അടിത്തറയായിട്ടുള്ള രാമന്റെ കാര്യത്തിൽ അതെ രാമനെയും കൊള്ളയടിച്ചവർ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ രാമന്റെയും അതുപോലെ തന്നെ ഈ 22ഓളം വരുന്ന കുട്ടികളുടെയും ആത്മാക്കൾ ഒരു സംശയമില്ല, അവർ മോദിയെ വേട്ടയാടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മോദി ഗവൺമെന്റിന്റെ ബ്രാൻഡ് ഇമേജിന് വലിയ വലിയ ഇടിവ് തട്ടിയിരിക്കുന്നു. ഇത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നു അത്രത്തോളം 2029 താഴേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, പ്രത്യേകിച്ച് NDA മുന്നണി.